നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ജില്ലയിൽ 64 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി M. M. മണി. പനി പടരുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 7 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 3 പേർ മാത്രം. ജില്ലയിൽ പുതിയ പട്ടയാപേക്ഷകൾ ജൂലൈ 1 മുതൽ സ്വീകരിക്കും. മുമ്പ് അപേക്ഷ നൽകാത്തവർക്കും ഭൂമി കൈമാറ്റം ചെയ്ത് കിട്ടിയവർക്കും പട്ടയത്തിന് അപേക്ഷിക്കാം. ജീപ്പിൽ കടത്താൻ ശ്രമിച്ച 100 കിലോ ചന്ദനവുമായി മറയൂരിൽ ഒരാൾ അറസ്റ്റിൽ. മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് 60ഓളം മരങ്ങൾ വെട്ടിക്കടത്തിയ കേസിലെ പ്രതിയും പിടിയിൽ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി M. M. മണി. ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും മാലിന്യ നിർമ്മാർജ്ജന ശുചീകരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി M. M. മണി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കാൻ ജനപ്രതിനിധികൾ സജീവമായി ഇടപെടണമെന്നും എല്ലാ പ്രസ്ഥാനങ്ങളുടെയും വിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെയും മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെയും അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഫണ്ടിന്റെ അപര്യാപ്തത പ്രശ്നമാകരുത്. കാലാവസ്ഥ പ്രതികൂലമായതും മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമാകാത്തതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഗവൺമെന്റിന്റെ വിലയിരുത്തൽ. 27, 28, 29 തീയതികളിൽ കുടുംബശ്രീ, ആശാപ്രവർത്തകർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന തീവ്ര ശുചീകരണ പരിപാടിയിൽ എല്ലാ വിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. മറ്റ് ജില്ലയെ അപേക്ഷിച്ച് നമ്മുടെ നില മെച്ചമാണ്. പക്ഷെ തൊടുപുഴ താലൂക്കിലാണ് കൂടുതൽ കാണുന്നതെന്നാണ് ഇതുവരെയുള്ള അനുഭവം. നമുക്ക് ഈ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടാം, അതിനെപ്പറ്റി കൂടുതൽ വിപുലമായ ചർച്ച നടത്താനും ആവശ്യമായ തീരുമാനങ്ങളെല്ലാം നമ്മൾ ഇന്നെടുക്കണം. ഫണ്ടിന്റെ കാര്യമെല്ലാം പറഞ്ഞു, ഫണ്ട് ഇല്ലായിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇതിനെ നേരിടുന്നതിന് ഒരു പ്രശ്നമാകരുത് എന്നാണ് ഗവൺമെന്റിന്റെ സമീപനം. അതിലെല്ലാം ഉചിതമായ തീരുമാനങ്ങൾ, നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. ഡോക്ടർമാരുടെ അഭാവമുള്ളിടത്തെ പഞ്ചായത്തുകൾക്ക് താൽക്കാലിക നിയമനം നടത്താമെന്ന് മന്ത്രി അറിയിച്ചു. അവധിയെടുത്തിട്ടുള്ള ഡോക്ടർമാർ, നഴ്സുമാർ എന്നിവരെ അടിയന്തരമായി തിരികെ കൊണ്ടുവരണം. യോഗത്തിൽ MLA-മാരായ S. രാജേന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ 64 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രോഗം പടർന്നു പിടിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ജില്ലയിൽ ഇതിനോടകം 64 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 479 പേർക്ക് രോഗം ബാധിച്ചതായി സംശയമുണ്ട്. 4 പേർക്ക് മലേറിയയും 4 പേർക്ക് H1N1 പനിയും പിടിപെട്ടതായി സംശയിക്കുന്നു. ജില്ലയിൽ പനി പടർന്നു പിടിക്കുമ്പോഴും സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി ദയനീയമാണ്. മിക്ക ആശുപത്രികളിലും ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 7 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 3 പേർ മാത്രം. ഡോക്ടർമാരെ നിയമിക്കുക എന്ന് പറയുന്നത് ഇപ്പം താലൂക്ക് ആശുപത്രി എന്നുള്ള നിലയ്ക്ക് എത്ര പറഞ്ഞാലും ഒരു 10-12 ഡോക്ടർമാർ ഇവിടെ വേണ്ടതാണ്. അതിന് ഗൈനക്കോളജിസ്റ്റ്, പിള്ളേരുടെ ഡോക്ടർമാർ, മറ്റു ഡോക്ടർമാർ, സർജന്, ഇവരാരുമില്ല. ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ഇവർ പറയുന്നു വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ സുരേഷ് ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ, നല്ല രീതി നല്ല പ്രവർത്തിക്കുകയും ചികിത്സിക്കുകയൊക്കെ ചെയ്താണ്. അദ്ദേഹം ഇപ്പോൾ പ്രൈവറ്റായിട്ട് ക്ലിനിക്ക് ഇട്ടിരിക്കുകയാണ്. അതുതന്നെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. ഈ റിട്ടയർഡായി പോയ ഡോക്ടർമാരെയും തിരിച്ചുടനെ വിളിച്ചിട്ട് ഇത്തരം ഈ ഡെങ്കിപ്പനി അല്ലെ മറ്റുള്ള പനികളുള്ള ആ സന്ദർഭങ്ങളിൽ അവരെ കൊണ്ട് തിരിച്ചു വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പറ്റുന്ന അത്രയും പെട്ടെന്ന് രോഗികൾക്ക് ആശ്വാസം നൽകാത്ത രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായം കൊടുക്കണം. ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. കോടികൾ മുടക്കി ആശുപത്രി കെട്ടിടം ഉണ്ടാക്കിയെങ്കിലും OP-യിലെത്തുന്ന രോഗികൾക്ക് പ്രാഥമിക ആവശ്യം നിറവേറ്റണമെങ്കിൽ വാർഡിനുള്ളിലെ ശുചിമുറിയെ ആശ്രയിക്കണം. പുറത്തുനിന്ന് വരുന്ന രോഗികൾക്ക് പല അസുഖങ്ങളും പല രോഗങ്ങളും ഉള്ളവർ, കൈക്കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ, അവർക്കൊന്നും ഇരിക്കാനുള്ള സൗകര്യമൊന്നും, ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇപ്പം നിലവിൽ ഈ ആശുപത്രിയിലില്ല. കാരണം ഈ 2 ബാത്റൂം ഉള്ളതുകൊണ്ട് നമ്മൾ കിടപ്പ് രോഗികളും പുറത്തുനിന്ന് വരുന്ന രോഗികളും എല്ലാവരും ഇത് തന്നെ ഉപയോഗിക്കേണ്ടി വരുന്നു. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുമെന്ന പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെയും നടപ്പായിട്ടില്ല. രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോഴും. ജില്ലയിൽ പുതിയ പട്ടയ അപേക്ഷകൾ ജൂലൈ 1 മുതൽ സ്വീകരിക്കും. ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും.
1993 വനഭൂമി കുടിയേറ്റ ക്രമീകരണ ചട്ടങ്ങൾ പ്രകാരം ജില്ലയിൽ പട്ടയത്തിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്കും അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം ഭൂമി കൈമാറ്റം ചെയ്തിട്ടുള്ളവർക്കും പട്ടയത്തിന് അപേക്ഷ സമർപ്പിക്കാൻ ഒരിക്കൽ കൂടി അവസരം ലഭിക്കും. ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെ എല്ലാ പ്രവൃത്തി ദിവസവും ഭൂമിപതിവ് ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് അവസരമുണ്ടായിരിക്കും. തൊടുപുഴ താലൂക്കിലെ വണ്ണപ്പുറം, ഉടുമ്പന്നൂർ, നെയ്യാശ്ശേരി, വെള്ളിയാമറ്റം എന്നീ വില്ലേജുകളിലെയും ഇടുക്കി താലൂക്കിലെ ഇടുക്കി കഞ്ഞിക്കുഴി വില്ലേജുകളിലെയും ദേവികുളം താലൂക്കിലെ മന്നാക്കണ്ടം വില്ലേജിലെയും ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് പേരുള്ളവർക്കും ഇവരിൽ നിന്ന് ഭൂമി കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. ഉടുമ്പൻചോല താലൂക്കിലെ എല്ലാ വില്ലേജുകളിലെയും ഇടുക്കി താലൂക്കിലെ തങ്കമണി വില്ലേജിലെയും റീസർവേ രജിസ്റ്ററിൽ പേരുള്ളവർക്കോ അവരിൽ നിന്ന് ഭൂമി കൈമാറ്റം ലഭിച്ചിട്ടുള്ളവർക്കോ അവരുടെ ഭൂമിക്ക് അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ നൽകുന്നവർ ജോയിന്റ് വെരിഫിക്കേഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ ലാൻഡ് രജിസ്റ്ററിൽ പേരുള്ളവരിൽ നിന്നും ഭൂമി കൈമാറി കിട്ടിയത് സംബന്ധിച്ച രേഖകളും താമസം, കൃഷിദേഹണ്ഡങ്ങൾ പരിശോധിച്ചുമാണ് കുടിയേറ്റ ക്രമീകരണ നിയമം 1993 പ്രകാരം പട്ടയം നൽകുന്നത്. പട്ടയത്തിനായി സമർപ്പിക്കുന്ന അപേക്ഷയോടൊപ്പം മേൽവിലാസം തെളിയിക്കുന്ന രേഖകളും കുടുംബതാമസം തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കണം. ജീപ്പിൽ കടത്താൻ ശ്രമിച്ച 100 കിലോ ചന്ദനവുമായി ഒരാൾ വനപാലകരുടെ പിടിയിലായി. പഴയ മൂന്നാർ സ്വദേശി മുനിസ്വാമിയാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ വനപാലകർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പെരടിപ്പള്ളത്ത് നിന്നും ജീപ്പിൽ കടത്താൻ ശ്രമിച്ച 100 കിലോ ചന്ദനം പിടികൂടിയത്. വനപാലകരെ കണ്ടയുടൻ ജീപ്പ് ഡ്രൈവർ പെരടിപ്പള്ളം സ്വദേശി ശേഖർ, മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റ് സ്വദേശി അരുൺ എന്നിവർ ഓടി രക്ഷപ്പെട്ടു. വാഹനത്തിലുണ്ടായിരുന്ന മുനിസ്വാമിയെ മാത്രമാണ് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞത്. പിടികൂടിയ ചന്ദനത്തിന് 14 ലക്ഷം രൂപ വില വരുമെന്ന് റേഞ്ച് ഓഫീസർ KG വരരുചി പറഞ്ഞു. ചന്ദനത്തിന് നല്ല സ്മെല്ലുണ്ട്, പക്ഷെ നോക്കിയിട്ട് കാണുന്നില്ല. ചന്ദനത്തെ പറ്റി ചോദിച്ചപ്പോൾ അതിൻ്റെ പ്ലാറ്റ്ഫോമിന് അടിയിലൊരു പ്രത്യേക അറയും എൻ്റെ ജീപ്പിൻ്റെ റൂഫിൻ്റെ മുകളിലുള്ള ഒരു അറയുണ്ട്. അതിനകത്തായിട്ടായിരുന്നു അത് പരിശോധിച്ച് നോക്കിയപ്പോൾ 82 കിലോ ഉള്ള ചന്ദനം ഉണ്ടായിരുന്നു. അത് ബന്ധോസിൽ എടുത്തിട്ടുണ്ട്. പ്രതികളെ 2 പേർ ഓടിപ്പോയവരുടെ വിലാസം ആളുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് 2 പ്രതികൾക്കായുള്ള അന്വേഷണം വനംവകുപ്പ് ഊർജിതമാക്കി. ഏറെക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പം മോഷണം നടന്നിരിക്കുന്നത്. അതിനാൽ കൂടുതൽ ശക്തമായ സംരക്ഷണമാണ് മറയൂരിൽ ഒരുക്കിയിരിക്കുന്നത്. മറയൂരിലെ ചന്ദനക്കാടുകളിൽ നിന്നും 60ഓളം മരങ്ങൾ പലപ്പോഴായി വെട്ടിക്കടത്തിയ സംഭവത്തിൽ പ്രതി പിടിയിലായി. കുണ്ടള പുതുക്കാട് എസ്റ്റേറ്റിലെ അണ്ണാദുരയാണ് വനപാലകരുടെ പിടിയിലായത്. 1996 കാലത്താണ് മറയൂർ മേഖലയിൽ നിന്നും ചന്ദനമരങ്ങൾ വെട്ടിക്കടത്തുന്നതിനെ തുടർന്ന് കേസെടുത്തത്. ഇയാളെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ പുറത്തിറങ്ങി ഒളിവിൽ പോവുകയായിരുന്നു. 1996 നടന്ന ചന്ദനമോഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കുണ്ടള എസ്റ്റേറ്റ് പുതുക്കുടി ഡിവിഷനിലെ അണ്ണാദുരൈ കോവിൽപ്പിള്ള മകൻ അണ്ണാദുരൈ എന്നാണ് അറസ്റ്റ് ചെയ്തത്. ബഹുമാനപ്പെട്ട കോടതിയുടെ വാറണ്ട് ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്ന് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. 2005-2006 കാലഘട്ടത്തിൽ വനം വകുപ്പ് ചന്ദനമോഷണ കേസിലെ പ്രതികൾക്ക് പൊതുജാമ്യം നൽകുന്നതിനുള്ള അവസരം ഒരുക്കിയിരുന്നു. 200ഓളം പ്രതികളാണ് അന്ന് കീഴടങ്ങി പൊതുജാമ്യം നേടിയത്. ഈ അവസരത്തിലും അണ്ണാദുര ഹാജരായിരുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രതി പുതുക്കുടിയിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് മറയൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ TA ജലീലിന്റെ നേതൃത്വത്തിലാണ് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് പെമ്പിളൈ ഒരുമയുടെ തുടർ സമരങ്ങൾ ഇല്ലാതാക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് ഗോമതി. തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി ആവശ്യപ്പെട്ട് പെമ്പിളൈ ഒരുമൈ ഗോമതി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ജൂലൈ 9 സമരം ആരംഭിക്കുമെന്നും ഗോമതി പറഞ്ഞു. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച മനോജ് തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നയാളാണ്. മനോജ് ഇല്ലെങ്കിൽ പൊമ്പിള ഒരുമയെ ഇല്ലാതാക്കുവാൻ കഴിയുമെന്ന ചിന്തയാണ് മറ്റുള്ളവർക്ക്. അതുകൊണ്ട് തന്നെ ജൂലൈ 9 പൊമ്പിള ഒരുമൈ നടത്താനിരിക്കുന്ന സമരം പൊളിക്കുന്നതിന് വേണ്ടിയാണ് മനോജിനെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തത്. തങ്ങൾ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയാണ് സമരത്തിന് ഇറങ്ങുന്നതെന്നും ഗോമതി പറഞ്ഞു. ഇവൻ വിളിച്ചു പോയതാ, പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ല. പോലീസ് വിളിച്ചപ്പോൾ ഇവൻ സ്റ്റേഷനിൽ പോയതാ, എന്താണെന്ന് അറിയില്ല. പോയതിനു ശേഷമാണ് അറിഞ്ഞത് മാവോയിസ്റ്റുടെ ബന്ധമുണ്ടെന്ന്. പക്ഷേ ഈ പയ്യൻ പാവം പയ്യനാണ്, തൊഴിലാളികൾക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്നൊരു ഇതുള്ള പയ്യനാണ്. പക്ഷെ ഇവരിങ്ങനെ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സമരത്തിൽ മാത്രം മാവോയിസ്റ്റ് എന്ന് പറയുന്നില്ല, ഇപ്പോൾ നടക്കുന്ന സമരത്തിലും പറയുന്നുണ്ട് തീവ്രവാദിയുടെ ബന്ധമുണ്ടെന്ന് ഇന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇത് ഒരു സമരത്തിനെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ്. പിന്നെ ജൂലൈ 9 ഞങ്ങൾ സമരം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊളിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്ന സബ് കളക്ടർ ഇനി ഇറങ്ങിയാൽ കയ്യേറ്റങ്ങൾ കണ്ടെത്തും. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതൃത്വം സബ് കളക്ടറെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടത്. തൊഴിലാളികൾക്ക് ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടല്ല അവർ മുഖ്യമന്ത്രിയെ കണ്ടതെന്നും ഗോമതി പ്രതികരിച്ചു. കയ്യേറി പിടിച്ചതെല്ലാം സ്ഥലം കയ്യേറി പിടിച്ചത് ഇവരാണ്. റിസോർട്ട് ഉടമകൾ ഇവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ പേടി. ഇനിയും കുറെ ആൾക്കാർ ഈ CPM-ന്റെ ആൾക്കാർ പുറത്തു വരും, ഈ പാർട്ടിക്കാർ പുറത്തു വരും. ഇനി ഇങ്ങനെ കയ്യേറി പിടിച്ചത് ഇവരാണ്. അതുകൊണ്ടാണ് ഇവർ കളക്ടറെ മാറ്റാൻ പറയുന്നത്.
ഇവരാണ് റിസോർട്ട് ഉടമകളും കയ്യേറ്റക്കാർ ഇവരാണ്. ഇനി കളക്ടർ മുന്നോട്ട് പോയാൽ ഇവരെ പിടിക്കും. പിന്നെ കോളനിവാസികൾക്ക് പട്ടയമില്ല എന്ന് വെച്ചിട്ട് പോയാൽ കുഴപ്പമില്ല. കയ്യേറി പിടിച്ചവരെ ഒഴിപ്പിച്ചാൽ ഞങ്ങൾ തടയും എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ മനസ്സിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്തുകൊണ്ട് ഇവർ പോയി. കയ്യേറി പിടിച്ചവരാന്ന് മന്ത്രിയെ കാണാൻ പോയിട്ടുള്ളത്. എം എം മണിക്കെതിരെ നടത്തിയ സമരത്തിൽ ഗോമതിക്കും മറ്റും തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് നടത്തി മറ്റൊരു സമരത്തിന് ഇവർ നേതൃത്വം നൽകുകയാണ്. ഇതിലൂടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തൊഴിലാളികളുടെ പിന്തുണ തിരിച്ചുപിടിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഗോമതി വിഭാഗത്തിനുള്ളത്. വിവാഹ വാഗ്ദാനം നൽകി പണം തട്ടിയ വ്യാജ IPS കാരൻ പിടിയിലായി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് പണം തട്ടിയ പത്തനംതിട്ട സ്വദേശി പ്രിൻസ് ജോണാണ് ഇടുക്കി പോലീസിന്റെ പിടിയിലായത്. വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് 150ലധികം പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തിയ പ്രിൻസ് ജോൺ എന്ന പത്തനംതിട്ട സ്വദേശിയെയാണ് ഇടുക്കി പോലീസ് പിടികൂടിയത്. ജോബി തോമസ് IPS എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയായിരുന്നു യുവാവിന്റെ തട്ടിപ്പ്. +2 വിദ്യാഭ്യാസം മാത്രമുള്ള ഇയാൾ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചിരുന്നത് പഞ്ചാബ് ഗുസ്തിത്താരം ദിൽഷാദ് അൽ സുബൈദ് എന്ന ആളുടെ ചിത്രമാണ്. കട്ടപ്പന സ്വദേശിനിയായ പെൺകുട്ടി നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രിൻസ് ജോണിനെ പോലീസ് പിടികൂടിയത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് 10 ദിവസത്തിനകം വിവാഹത്തിന് താൻ ഒരുക്കമാണെന്ന് പെൺകുട്ടികളെ അറിയിക്കും. തുടർന്ന് വീട്ടുകാർ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നതായും തന്റെ ബാങ്ക് അക്കൗണ്ട് വീട്ടുകാർ മരവിപ്പിച്ചതായും അതിനാൽ തനിക്ക് കുറച്ച് പണം ആവശ്യമാണെന്നും പറഞ്ഞ് പെൺകുട്ടികളിൽ നിന്നും പണം വാങ്ങുന്നതായിരുന്നു പ്രിൻസിന്റെ തട്ടിപ്പ് രീതി. ഫേക്ക് ID കൂടി ഒരു ചാറ്റ് വരുമ്പോഴത്തേക്കും അതിലെല്ലാം ആൻസർ ചെയ്യുന്നത് ഈ പ്രിൻസ് ജോൺ എന്ന ഈ വ്യക്തിയാണ്. ഇദ്ദേഹം ഈ കഴിഞ്ഞ ഡിസംബറിലാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ഇതുപോലെ തന്നെ ഫേക്ക് FB ഉണ്ടാക്കി പെൺകുട്ടികളെ ചീറ്റ് ചെയ്ത് 8 മാസത്തോളം ജയിലിൽ കിടന്നിട്ട് ഈ ഡിസംബറിലാണ് ഇറങ്ങിയത്. അതിനുശേഷം ഇദ്ദേഹം ഈ പത്തനംതിട്ടക്കാരനാണ്. വീട്ടിലിരുന്ന് അടുത്ത ചെയ്തിരിക്കുന്ന പണിയാണ് ഇങ്ങനെ ഫേക്ക് FB ഉണ്ടാക്കിയിട്ട് ജോബി തോമസ് IPS ഇതിൽ ഒത്തിരി ഒരു 150ഓളം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും മിഡിൽ ക്ലാസ്സിൽപ്പെട്ട പെൺകുട്ടികൾ ലൈക്ക് വന്നു. കഴിഞ്ഞ ഡിസംബർ മാസമാണ് ഇതിനു സമാനമായ കേസിന്റെ ശിക്ഷ കഴിഞ്ഞ് പ്രിൻസ് പുറത്തിറങ്ങിയത്. പ്രിൻസിന്റെ സഹായികളായ പത്തനംതിട്ട സ്വദേശികളായ ജിബിൻ, ലിജോ എന്നിവരും പിടിയിലായിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജൂലൈ 1 ഇടുക്കി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. മദ്യനയം തിരുത്തുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾക്കൊപ്പം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും ഉന്നയിക്കുമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി അധികാരത്തിലെത്തിയ LDF സർക്കാർ ജില്ലയിലെ കർഷകരെ വഞ്ചിക്കുന്ന സമീപനമാണ് തുടർന്നു വരുന്നത്. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പുനരാരംഭിക്കുക, കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം ഇറക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക നൽകുക, ഉപാധിരഹിത പട്ടയം, 10 ചെയിൻ മേഖലയിലെ പട്ടയം എന്നിവ നൽകുക, കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് തടയുക, കർഷകരുടെ കാർഷിക വായ്പകളും കാർഷികേതര വായ്പകളും എഴുതിത്തള്ളുക, സ്പൈസസ് ബോർഡിന്റെ ഫീൽഡ് ഓഫീസുകൾ പുനഃസ്ഥാപിക്കുക, ബോർഡ് വഴി നൽകി വന്നിരുന്ന ജലസേചന സബ്സിഡി, പരമ്പ്, പടുത, ഏണി എന്നിവ വീണ്ടും നൽകുക, പുതിയ പട്ടയ അപേക്ഷകൾ സ്വീകരിക്കുക, തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിക്കുക. ജൂലൈ മാസം 1-ാം തീയതി നടക്കുന്ന കളക്ടറേറ്റ് മാർച്ചിൽ ഇടുക്കി ജില്ലയിലെ കർഷക വിഷയങ്ങൾ കൂടി ഉന്നയിക്കാൻ വേണ്ടി UDFും കോൺഗ്രസും തീരുമാനമെടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് കർഷകരുടെ പേര് പറഞ്ഞ് വോട്ട് വാങ്ങി നിരവധി കീ പോയിന്റുകളിൽ MLAമാരും MP ഒക്കെ ആയിത്തീർന്ന ആളുകൾ ഇന്ന് കൃഷിക്കാരെ വിസ്മരിച്ചിരിക്കുകയാണ്. കാർഷിക വിഷയങ്ങൾക്കൊന്നും ഒരു പരിഹാരമുണ്ടാക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കാർഷിക വിഷയങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് 1-ാം തീയതിയിലെ കളക്ടറേറ്റ് മാർച്ച് വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എന്നുള്ളത്. കാർഷിക പ്രശ്നങ്ങളിൽ മന്ത്രി MM മണിയും ജോയ്സ് ജോർജ് MPയും തികഞ്ഞ പരാജയമാണെന്നും ഇബ്രാഹിംകുട്ടി കല്ലാർ ആരോപിച്ചു. DCC വൈസ് പ്രസിഡന്റ് KR സുകുമാരൻ നായർ, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് MN ഗോപി, CS യശോധരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഹൃദ്രോഗത്തിനുള്ള ക്യാത്ത് ലാബ് അനുവദിച്ചപ്പോൾ സർക്കാർ ഇടുക്കി ജില്ലയെ തഴഞ്ഞെന്ന് ആരോപണം. ആരോഗ്യമേഖലയിൽ സർക്കാർ ഇടുക്കി ജില്ലയെ അവഗണിച്ചിരിക്കുകയാണെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി മാത്യു വർഗീസ് പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ ഹൃദ്രോഗികളുടെയും ക്യാൻസർ രോഗികളുടെയും എണ്ണം വർദ്ധിച്ചു വരികയാണ്. ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഈ രോഗങ്ങൾക്ക് ചികിത്സാ സൗകര്യമില്ല. കിഡ്നി സംബന്ധമായ ചികിത്സയ്ക്ക് ജില്ലയിൽ ഒരിടത്തും നെഫ്രോളജിസ്റ്റ് ഇല്ല.
കരള്, ഉദരം എന്നിവിടങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കും ജില്ലയിൽ ഒരിടത്തും സർക്കാർ തലത്തിൽ ചികിത്സ ലഭ്യമല്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ ആരോഗ്യമേഖലയിൽ ജില്ലയെ അവഗണിക്കുകയാണ്. ഇടതു സർക്കാർ ഹൃദ്രോഗികൾക്കായി 10 സർക്കാർ ആശുപത്രികളിൽ കാത്ത് ലാബുകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിച്ചു. എന്നാൽ അതും ഇടുക്കി ജില്ലയ്ക്ക് നിഷേധിച്ചു. ഇത് ജില്ലയോടുള്ള അവഗണനയാണെന്നും മാത്യു വർഗീസ് പറഞ്ഞു. സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിക്കുമ്പോൾ കേട്ടില്ല എന്നൊരു മനോഭാവമാണ് സർക്കാർ വെച്ചു പുലർത്തുന്നത്. സർക്കാരിൻ്റെ നയവും വിശേഷിച്ച് ആരോഗ്യ മേഖലയോട് എടുക്കുന്ന സമീപനവും തിരുത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും എടുത്തിട്ടുള്ളത് ഇടുക്കിയിൽ അനുവദിച്ച മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം പോലും നടത്താതിരിക്കുകയാണ്. നിർമ്മാണം പൂർത്തീകരിച്ചില്ല, അതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കുന്നില്ല. ഈ സ്ഥിതിയാണുള്ളത്. ഇടുക്കിക്ക് ആകെ ഒരു ജനറൽ ആശുപത്രികൾ തൊടുപുഴ മാത്രമാണ്. 4 താലൂക്കുകളിൽ ഒരു ജനറൽ ആശുപത്രി പോലും ഇല്ലാത്ത ഏറ്റവും ശോചനീയമായ ഒരു സ്ഥിതി ഇടുക്കിയിലെ പൗരന്മാർ മാത്രം അനുഭവിക്കണം എന്ന മനോഭാവം ഏത് കാരണവശാലും ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതാണ്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്ട്രി എന്നിവ നടത്താൻ സൗകര്യമുള്ളത് ജില്ലയിലെ അപൂർവം ആശുപത്രികളിൽ മാത്രമാണ്. എല്ലാ കാര്യങ്ങളിലും പിന്നോക്കാവസ്ഥയിലാണ് ഇടുക്കി ജില്ല. ആരോഗ്യ മേഖലയിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഏറെ പിന്നിലാണ്. ജില്ലയിലെ ഈ അവസ്ഥ സർക്കാരിന്റെ മുന്നിലെത്തിച്ചിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് കിസാൻ സഭയുടെ ആരോപണം. ആരോഗ്യമേഖലയിലെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കിസാൻ സഭ സമരം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. റമദാൻ വ്രതാവസാനത്തിന്റെ ആഘോഷമായ ചെറിയ പെരുന്നാളിന് ഇസ്ലാം സമൂഹം ഒരുങ്ങി. വ്രതനിഷ്ഠയുടെ അവസാന വെള്ളി ദിനത്തിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇസ്ലാമിക മതവിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ആരാധനാക്രമമായ വ്രതനിഷ്ഠയുടെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പുണ്യമാസമായ റമദാൻ മാസത്തിന് സമാപനം കുറിച്ച് ഹുതുബ പ്രസംഗങ്ങളും പള്ളികളിൽ നടന്നു. സാഹോദര്യത്തിന് നാം വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സാഹോദര്യത്തിന് ജാതിയുടെയും മതത്തിൻ്റെയും മാനദണ്ഡങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരമ്മ പെറ്റ മക്കളെപ്പോലെ മനുഷ്യനെന്ന നിലയിൽ പരസ്പരം സഹകരിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടി സഹകരിക്കുവാനും അതിനെതിരെ പ്രവർത്തിക്കുന്ന ചിത്രശക്തികളുടെ ആശയങ്ങൾക്ക് പുറങ്കാലുകൊണ്ട് പിന്നിലേക്ക് തട്ടി മാറ്റുവാനും കഴിഞ്ഞാൽ ഈ ഹൈറേഞ്ചിൻ്റെ മണ്ണിലടക്കം കേരളത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും മുമ്പിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ മുന്നോട്ടു പോയി മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുത്ത് നമുക്ക് മുന്നേറാൻ കഴിയും. സർവേശ്വരൻ അത്തരത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നാം ഏവരെയും തുണയ്ക്കട്ടെ എന്ന് ഈ സുദിനത്തിൽ പ്രാർത്ഥിക്കുന്നതോടെ ഒരിക്കൽ കൂടി എല്ലാ സഹോദരങ്ങൾക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്. വ്രതദിനങ്ങൾ സമാപിക്കുന്നതോടെ ഇസ്ലാമിക ആഘോഷങ്ങളിൽ രണ്ടാമത്തെ ആഘോഷമായ ഈദുൽ ഫിത്തറിന് ഒരുങ്ങുകയാണ് വിശ്വാസ സമൂഹം. 30 ദിനരാത്രങ്ങളിൽ നേടിയെടുത്ത വിശ്വാസശുദ്ധിയോടെ ഇനിയുള്ള ദിനങ്ങൾക്കായി ഇസ്ലാം വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കട്ടപ്പനയിൽ 27-ാം തീയതി സർവകക്ഷി യോഗം വിളിക്കാൻ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. പകർച്ചപ്പനികൾ പകർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം ചേരുന്നത്. പകർച്ചപ്പനികൾ പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ മുനിസിപ്പാലിറ്റികളിൽ അടിയന്തര കൌൺസിൽ യോഗം വിളിക്കാൻ നിർദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന നഗരസഭയിൽ ചെയർമാൻ ജോണി കുളമ്പുഴയുടെ അധ്യക്ഷതയിൽ കൌൺസിൽ യോഗം ചേർന്നത്. കൌൺസിൽ യോഗത്തിൽ 27-ാം തീയതി 2 മണിക്ക് സർവകക്ഷി യോഗം വിളിക്കാൻ തീരുമാനിച്ചു. സ്കൂൾ പ്രതിനിധികൾ, മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, HMDA ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കൌൺസിലർമാർ എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും. അടിയന്തരമായി അതിന് എനിക്ക് ആവശ്യമായ നിലയിലുള്ള ഫണ്ട് ചെലവഴിച്ചുകൊള്ളുവാൻ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അതിന് പ്രമാണിച്ച് നമ്മൾ എല്ലാ സ്ഥലത്തും ഇന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭം കുറിക്കുകയാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രതിരോധ മരുന്നുകൾ കൊടുക്കുക, മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, എസ്റ്റേറ്റ് ലയങ്ങൾ അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, അവർക്ക് പ്രതിരോധ മരുന്നുകൾ നൽകുക തുടങ്ങിയുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ആരോഗ്യ രംഗത്ത് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നമ്മൾ ബസ് സ്റ്റാൻഡിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു വെച്ചിട്ടുണ്ട്. ഓടകൾ പരമാവധി വൃത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. അഴുക്കാലുകൾ മുഴുവനും ഒഴിവാക്കുക, ക്ലീനാക്കി ഉള്ള ഒരു അന്തരീക്ഷം സംജാതമാക്കുക എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കുന്നതിനും മറ്റ് സ്റ്റാഫുകളുടെ കുറവ് പരിഹരിക്കുന്നതിനും തീരുമാനിച്ചു. വാർഡുകളിൽ സെമിനാറുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, ഫോഗിംഗ്, മരുന്ന് വിതരണം തുടങ്ങിയവ സംഘടിപ്പിക്കും. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ലയങ്ങൾ എന്നിവ പരിശോധിച്ച് ശുചീകരിക്കും. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അഴുക്കുചാൽ നിറഞ്ഞ ഓട ക്ലീൻ ചെയ്തു. 28-ാം തീയതി 34 വാർഡുകളിലും സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരുവാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. കാലവർഷം കനത്തതോടെ മലയോര മേഖല മണ്ണിടിച്ചിൽ ഭീഷണിയിൽ. ശക്തമായ മഴയാണ് ഹൈറേഞ്ചിൽ പെയ്തിറങ്ങുന്നത്. ദുർബലമായ കാലവർഷം 2 ദിവസം മുമ്പാണ് ശക്തി പ്രാപിച്ചത്. ഇന്നലെ രാത്രി മുതൽ മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന ശക്തമായ മഴയാണ് മലയോര മേഖലയിൽ പെയ്തിറങ്ങിയത്. ഇത് മലയോര മേഖലയെ മണ്ണിടിച്ചിൽ ഭീഷണിയിലുമാക്കി. മലയോര മേഖലയിലെ റോഡുകളും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്.
ഇന്നലെ മുതൽ മഴ കനത്തിരിക്കുകയാണ്. ഈ മഴ കനക്കുന്നതോടുകൂടി മണ്ണിടിച്ചിലിനുള്ള സാധ്യതകൾ ഏറുകയാണ്. ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മഴ ഈ രീതിയിൽ ശക്തമായാൽ റോഡ് മുഴുവൻ ബ്ലോക്കാകുകയും മരങ്ങളൊക്കെ ഒടിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്തെ പല വീടുകളും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നു. ഇടതടവില്ലാത്ത ശക്തമായ മഴ പെയ്തിറങ്ങുന്നത് കാർഷിക വിളകൾക്കും പ്രതിസന്ധി സൃഷ്ടിക്കും. ശക്തമായ മഴ പെയ്തതോടെ തോടുകളും അരുവികളുമെല്ലാം ജലസമൃദ്ധമായി. ഇത് പെരിയാറ്റിലെ നീരൊഴുക്കും വർദ്ധിക്കാൻ കാരണമാക്കി. കൈത്തോടുകളും കാട്ടരുവികളുമെല്ലാം കലങ്ങിമറിഞ്ഞാണ് പെരിയാറ്റിലേക്ക് എത്തിച്ചേരുന്നത്. ഇതോടെ മീൻപിടുത്തക്കാരും സജീവമാണ്. കട്ടപ്പന മേട്ടുകുഴിയിൽ റോഡിന്റെ തിട്ടയിടിഞ്ഞ് വീട് അപകടാവസ്ഥയിലായി. മേട്ടുകുഴി തെള്ളകത്ത് ലിസി ജോർജിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത്. ഇന്നലെ വൈകിട്ടാണ് ലിസി ജോർജിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത്. 6 മീറ്ററോളം നീളത്തിൽ കൽകെട്ട് തകർന്നു വീണ് വീടിനുള്ളിൽ കല്ല് പതിച്ചു. മഴ ശക്തമായാൽ വീണ്ടും കൽകെട്ട് ഇടിയാൻ സാധ്യതയുണ്ട്. 2014 കാലവർഷത്തിൽ ഇതിനോട് ചേർന്ന് തന്നെ ഭിത്തി ഇടിഞ്ഞിരുന്നു. കളക്ടർക്കും PWDക്കും അന്ന് അപേക്ഷ നൽകിയെങ്കിലും ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് നഷ്ടപരിഹാരം നൽകിയില്ല. ഉടൻ തന്നെ വീടിന് സംരക്ഷണ ഭിത്തി കെട്ടിയില്ലെങ്കിൽ കിടന്നുറങ്ങാൻ പോലും കഴിയില്ലെന്ന് വീട്ടുകാർ പറയുന്നു. ഇത് ഇന്നലെ രാത്രി 7 മണിയായപ്പോൾ ഇടിഞ്ഞുപോയി. പിന്നെ 3 വർഷം മുമ്പിലെ പകുതി ഇടിഞ്ഞുപോയി. എന്നിട്ട് അകാലത്തും വെച്ചു, പിന്നെ കലക്ടർക്കും വെച്ചു, എല്ലാവർക്കും പഞ്ചായത്തിലും അപേക്ഷ വെച്ചു, എല്ലായിടത്തും അപേക്ഷ വെച്ചിട്ട് ആരും കെട്ടിത്തരികയില്ല. അവർ ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ഫണ്ടില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ റോഡ് പണിയുമ്പോൾ കെട്ടിത്തരാമെന്ന് പറഞ്ഞു. ആ റോഡ് പണിയുന്നവരെ പെരയ്ക്കകത്ത് മൊത്തം കല്ലിരിക്കുക. അതുവരെ കെട്ടാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇന്നലെ പേടിച്ചിട്ടാണ് കിടന്നത്. മഴ പെയ്യുന്നതിനിപ്പുറം ഇന്ന് തന്നെ ബാക്കിയോട് ഇടിയുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന് പെരയ്ക്കകത്ത് കിടക്കാൻ പറ്റിയല്ല. അവരോടൊന്ന് എങ്ങനെയെങ്കിലും കെട്ടിത്തരാൻ പറ. റോഷി അഗസ്റ്റിൻ MLA അറിയിച്ചത് പ്രകാരം PWD അധികൃതരോട് റിപ്പോർട്ട് നൽകാൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിച്ചു. കാലവർഷം കനത്തതോടെ വണ്ണപ്പുറം കാളിയാർ പ്രദേശങ്ങൾ പകർച്ചവ്യാധി ഭീഷണിയിൽ. ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചോട് റോഡിൽ വൻതോതിലാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കേരളം പനിച്ചു വിറയ്ക്കുമ്പോൾ പകർച്ചവ്യാധികളുടെ പ്രധാന കാരണമായ മാലിന്യ നിക്ഷേപവും രൂക്ഷമാകുന്നു. ആലപ്പുഴ മധുര ദേശീയപാതയുടെ ഭാഗമായ വണ്ണപ്പുറം ചേലച്ചോട് റോഡിൽ കമ്പക്കാനം, മുണ്ടൻമുടി, വെൺമണി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മാലിന്യ നിക്ഷേപം രൂക്ഷമായിരിക്കുന്നത്. ഒഴുകിയെത്തുന്ന കാട്ടരുവികളുടെ വക്കിലാണ് അറവുശാല മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ രാത്രിയുടെ മറവിൽ തള്ളിയിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമായിരിക്കുകയാണ്. 100 കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി കടന്നുപോകുന്ന ഇവിടെ മൂക്കുപൊത്താതെ യാത്രക്കാർക്ക് സഞ്ചരിക്കാനും കഴിയുന്നില്ല. ഇവിടെ ഈ ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ കമ്പക്കാനം ഭാഗത്ത് മാലിന്യങ്ങൾ വളരെ കോഴി വേസ്റ്റ് കൊണ്ടിരുന്നവർ, കോഴി വേസ്റ്റാണ്, പന്നി വേസ്റ്റ്, പല വേസ്റ്റുകൾ കൊണ്ടുവന്ന് കമ്പക്കാനത്ത് വളവിൽ രാത്രികാലങ്ങൾ കൊണ്ട് ഇങ്ങനെ നിക്ഷേപിക്കുകയാണ്. ഞങ്ങൾ പല പ്രാവശ്യം രാത്രികാലങ്ങളിൽ കാവലിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ, അത് ഗ്രാമപഞ്ചായത്താണെങ്കിലും ആരോഗ്യവകുപ്പാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തും എത്രയും പെട്ടെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവിടെ ഹൈവേ പോലീസൊക്കെ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതുവരെ ആരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാളെ പിടികൂടി അതിന് നിയമ നടപടികൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് എത്രയും അടിയന്തരമായിട്ട് ചെയ്യേണ്ട. കാരണം വേസ്റ്റുകൾ ഇങ്ങനെ മഴക്കാലമായി കഴിഞ്ഞ് മുഴുവൻ റോഡുകൾ കൂടിയും പല വീടുകൾക്കും നാട്ടുകാർ മൊത്തം ഒരു ഭീഷണിയായ രീതിയിൽ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. മഴക്കാല രോഗങ്ങൾക്കും പകർച്ചവ്യാധി നിയന്ത്രണത്തിനുമെതിരെ വണ്ണപ്പുറം പഞ്ചായത്ത് ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ മാലിന്യ നിക്ഷേപത്തിനെതിരെ വേണ്ടത്ര ബോധവൽക്കരണം പോലും നടത്താൻ പഞ്ചായത്ത് അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്ന ഭൂരിഭാഗം മാലിന്യങ്ങളും തൊട്ടടുത്ത ജില്ലകളായ എറണാകുളം, കോട്ടയം ജില്ലകളിൽ നിന്നുമുള്ളതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൂടാതെ പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന 30ഓളം പന്നി ഫാമുകളും പകർച്ചവ്യാധി പടർത്തുവാൻ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അധികൃതർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ പ്രദേശത്ത് വൻ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കരുണാപുരം പോത്തിൻകണ്ടം SN-UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നടന്നു. വായനാ വാരത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങ് കവി ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്തു. PN പണിക്കരുടെ ചരമദിനത്തിൽ വായനാ ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി സ്കൂളിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. പുസ്തക പ്രദർശനം, സാഹിത്യ മത്സരങ്ങൾ, കൂട്ടുകാർക്കൊരു പുസ്തകം, കയ്യെഴുത്ത് മാസികയുടെ നിർമ്മാണം, ക്ലാസ് ലൈബ്രറികൾ, സ്കൂൾ ലൈബ്രറി, സാഹിത്യ ക്വിസ് എന്നിവ നടന്നു. സാഹിത്യ ക്യാമ്പിൽ കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 100ഓളം കുട്ടികൾ പങ്കെടുത്തു. പോത്തിൻകണ്ടം SN-UP സ്കൂൾ ഇക്കൊല്ലം സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി 50 സാഹിത്യകാരന്മാരുടെ ജീവചരിത്രക്കുറിപ്പുകൾ കുട്ടികൾ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചു. കുട്ടികളിലെ സാഹിത്യവാസനയും വായനാശീലവും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. സാഹിത്യ ശില്പശാലയിൽ PTA പ്രസിഡന്റ് KJ മാനുവൽ അധ്യക്ഷനായിരുന്നു. മിനി മീനാക്ഷി, AS പ്രസന്ന, CR വാസവൻ തുടങ്ങിയവർ സംസാരിച്ചു. ട്രൈക്കോടെർമ എന്ന ജൈവാണുവളം സ്വന്തമായി നിർമ്മിച്ച് ഒരു കുടുംബം മാതൃകയാകുന്നു. കോവിൽമല പാറക്കൽ അനീഷ് കുമാറും ഭാര്യ മഞ്ജരിയുമാണ് ട്രൈക്കോടെർമ സ്വന്തമായി ഉത്പാദിപ്പിച്ച് വിളകളെ പരിപാലിക്കുന്നത്. ഇത് കോവിൽമലയിൽ കർഷകരായ പാറക്കൽ അനീഷ് കുമാറും ഭാര്യ മഞ്ജരിയും.
ബിരുദധാരിയായ അനീഷ് ചെറുപ്പം മുതൽ കർഷകനാണ്. വിവാഹശേഷം ഭാര്യയെയും കാർഷിക വൃത്തിയിൽ ഒപ്പം കൂട്ടി. പച്ചക്കറികളും ഏത്തവാഴയും ഏലവും കുരുമുളകും മരച്ചീനിയുമെല്ലാമാണ് ഈ ദമ്പതികളുടെ കൃഷി. എന്നാൽ കീടങ്ങളും രോഗബാധയും ഇരുവരെയും തളർത്തി. അപ്പോഴാണ് കൃഷി അധികൃതർ ട്രൈക്കോഡർമയുണ്ടാക്കാൻ പരിശീലനം നൽകിയത്. കാഞ്ചിയാർ കൃഷിഭവൻ അനീഷിനും കട്ടപ്പന ബ്ലോക്ക് ഓഫീസ് മഞ്ചരിക്കും പരിശീലനം നൽകി. കാഞ്ചിയാർ കൃഷിഭവൻ ട്രൈക്കോഡർമ നിർമ്മിക്കാനുള്ള ചേംബറും നൽകി. ഇതോടെയാണ് ഇരുവരും ചേർന്ന് ട്രൈക്കോഡർമ നിർമ്മിക്കാൻ തുടങ്ങിയത്. പലപ്പോഴും തന്നെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും പാവലാണ് മഞ്ഞളിപ്പം, വേരുപുഴു, ചീയൽ, പയറിന് വാട്ടരോഗം, ഏലത്തിന് അഴുകൽ, തട്ടമറച്ചിൽ ഇങ്ങനെ രോഗങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുമായിരുന്നു. ഇതിൽ നിന്ന് എങ്ങനെ ഒരു മോചനം, കീടനാശിനി, വില കൂടിയ കീടനാശിനികൾ ഉപയോഗിക്കാതെ, മരുന്നുകൾ ഉപയോഗിക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരുപാട് അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് ഞങ്ങളുടെയൊക്കെ കൂടെയുള്ള അഭ്യർത്ഥനകളുടെ ഫലമായി കാഞ്ചിയാർ കൃഷിഭവൻ ഞങ്ങളുടെ ആ പ്രശ്നത്തിന്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ഞങ്ങളെ പഠിപ്പിച്ചതാണ് ഇത്. മണിച്ചോളം 300 ഗ്രാം PP കവറിലിട്ട് വെള്ളവും ചേർത്ത് കുക്കറിൽ വേവിച്ച് തണുപ്പിച്ച ശേഷം അണുവിമുക്തമാക്കിയ ചേമ്പറിൽ വെച്ച് പഴുപ്പിച്ച കോയിൽ ഉപയോഗിച്ച് മദർ കൾച്ചർ ചേർത്ത് പുറത്തെടുക്കും. വായു കയറാത്ത രീതിയിൽ PVCയും പഞ്ഞിയും ഉപയോഗിച്ചാണ് കവർ ചേമ്പറിൽ വെക്കുന്നത്. ചേമ്പറിൽ നിന്നും എടുക്കുന്ന കവർ തണലത്തോ ഇരുട്ടുള്ള മുറിയിലോ 7 ദിവസം സൂക്ഷിക്കും. 7-ാം ദിവസം ട്രൈക്കോഡർമ തയ്യാറാവും. ഏലത്തിന്റെ അഴുകലിന്, ചീയലിന്, ഫ്യൂസേറിയത്തിന്, ചെടികൾക്കുണ്ടാകുന്ന വാട്ടൽ രോഗത്തിനും കീടരോഗങ്ങൾക്കെല്ലാം ഫലപ്രദമാണ്. 1000 കിലോ ഉണങ്ങിയ ചാണകപ്പൊടിയിൽ 300 ഗ്രാം ട്രൈക്കോഡർമ ചേർത്ത് ഇളക്കിയ ശേഷം ചണച്ചാക്കിട്ട് മൂടി 21 ദിവസം നനയ്ക്കും. 21 ദിവസത്തിനു ശേഷം ചെടികൾക്ക് വളമായി ഉപയോഗിക്കാം. ഏലത്തിന്റെ വേരഴുകൽ, തണ്ടുചീയൽ, വേരുപുഴു, മണ്ണിലുണ്ടാകുന്ന ഫംഗസ്, മഞ്ഞളിപ്പ് എന്നിവയ്ക്കെല്ലാം ഇത് ഫലപ്രദമാണ്. പച്ചക്കറികൾക്കും മറ്റു കൃഷികൾക്കും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ചിലവ് വളരെ കുറവായതിനാൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 300 ഗ്രാം ട്രൈക്കോഡർമ ഉൽപ്പാദിപ്പിക്കാൻ 80 രൂപ മാത്രമാണ് ചിലവ്. സ്വന്തം പുരയിടത്തിലേക്ക് മാത്രമാണ് ഇവരിപ്പോൾ ട്രൈക്കോഡർമ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ മറ്റു കൃഷിക്കാരും ആവശ്യക്കാരായി എത്തുന്നുണ്ടെന്ന് അനീഷും ഭാര്യ മഞ്ചരിയും പറഞ്ഞു. ജില്ലയിലെ പ്രധാന അധ്യാപകരുടെ സംയുക്ത യോഗം ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ജെ പ്രമീളാദേവി യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വനിതാ കമ്മീഷൻ, ഇടുക്കി ജില്ലാ ഭരണകൂടം എന്നിവയുടെ സംയുക്ത സഹകരണത്തിൽ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രധാന അധ്യാപകർ, DEO, AEO എന്നിവർക്കായാണ് സംയുക്ത യോഗം നടത്തിയത്. വിദ്യാർത്ഥികൾ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അധ്യാപകർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ജെ പ്രമീളാദേവി യോഗം ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളിൽ നിന്നും ചൂരൽവടികൾ പിന്മാറിയതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സൗഹൃദ അന്തരീക്ഷം ഉണ്ടായതായി പ്രമീളാദേവി പറഞ്ഞു. വടി ക്ലാസ് റൂമിൽ നിന്ന് അപ്രത്യക്ഷമായത് വലിയൊരു മാറ്റമായി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ ലോകം തിരിച്ചറിഞ്ഞു. വടി അപ്രത്യക്ഷമായതിനു ശേഷം ഒരുപക്ഷെ കൂടുതൽ ശക്തമായി അധ്യാപകരും പ്രധാനാധ്യാപകരുമൊക്കെ വിദ്യാർത്ഥികളുടെ സ്നേഹിതരും ബന്ധുക്കളും രക്ഷകർത്താക്കളുമായി മാറി എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ജില്ലാ കളക്ടർ GR ഗോകുൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ADM PG രാധാകൃഷ്ണൻ, DEO സുഗത C, പ്രഭാകരൻ നായർ, റോസക്കുട്ടി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ കാറ്റാടിക്കവല റോഡ് ചെളിക്കുണ്ടായി മാറി. മഴക്കാലമായതോടെ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. കാലവർഷം ശക്തിപ്പെട്ടതോടെ റോഡുകൾക്കും കഷ്ടകാലമായി. ഉപ്പുതറ കാറ്റാടിക്കവല റോഡിൽ മാരിയമ്മൻ ഭാഗത്ത് ഏറെ ദുർഘടാവസ്ഥയിലാണ് റോഡ്. വേനൽക്കാലത്ത് ചെറിയ രീതിയിൽ പൊളിഞ്ഞ റോഡിൽ ഇപ്പോൾ വൻ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മാരിയമ്മൻ കോവിൽ ഭാഗത്ത് 2 കിലോമീറ്റർ ദൂരമാണ് റോഡ് ഗതാഗതയോഗ്യമല്ലാതായി മാറിയത്. സ്കൂൾ ബസ്സുകളടക്കം 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനാണ് ഈ ദുർഗതി. പുതുക്കടം മുതൽ മാരിയമ്മൻ കോവിൽ വരെ ഈ റോഡ് 6-7 കൊല്ലമായി പണിതിട്ട് ഇത് 100 കണക്കിന് കോളേജ്, സ്കൂൾ പിള്ളേർ പോകുന്ന വഴിയാണ്. ഇതുവരെ നന്നാക്കി കൊടുത്തിട്ടില്ല. കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ വാഹനം കടന്നു പോകുമ്പോൾ കാൽനടക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നത് പതിവാണ്. കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി. അടിയന്തരമായി കുഴികളിൽ മക്കെങ്കിലുമിട്ട് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ നേതൃത്വത്തിൽ ഹെൽപ്പ് ചൈൽഡ് ഓർഗനൈസേഷൻ സൊസൈറ്റിയിൽ പഠനോപകരണങ്ങളും കളിപ്പാട്ടങ്ങളും വിതരണം ചെയ്തു. കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റ് JB ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനയുടെ സേവന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് JB ജോസഫ് പറഞ്ഞു.
യോഗത്തിൽ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന രക്ഷാധികാരി ഷാജി നെല്ലിപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി എസ് സൂര്യലാൽ, വൈസ് പ്രസിഡന്റ് ജോസൻ കെ ജോസ്, സിജോയ് എവറസ്റ്റ്, ശ്രീജിത്ത് മോഹൻ, ബിജോയ് സ്വരലയ, സജിദാസ് മോഹൻ, വിഷ്ണു മോഹനൻ, ജെറോം ജോർജ്, ഹെൽപ്പ് സ്കൂൾ ഡയറക്ടർ സിനി ടോം, അധ്യാപകരായ ഗോപിക സുഗതൻ, നയന തങ്കച്ചൻ, ഷീബ ബെന്നി എന്നിവർ പങ്കെടുത്തു. നോട്ട്ബുക്കുകൾ, പേന, പെൻസിൽ, കളിപ്പാട്ടങ്ങൾ എന്നിവയാണ് വിതരണം ചെയ്തത്. ഏത് നിമിഷവും നിലം പതിക്കാൻ സാധ്യതയുള്ള ട്രാഫിക് ഐലൻഡിന് ചുവട്ടിൽ ഭീതിയോടെ കർത്തവ്യനിരതരായ പോലീസ് ഉദ്യോഗസ്ഥർ. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ട്രാഫിക് ഐലൻഡിൽ നിന്നാണ് ചെറുതോണി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നത്. 30 വർഷത്തോളം പഴക്കമുണ്ട് ചെറുതോണി ടൗണിലെ ഈ ട്രാഫിക് ഐലൻഡിന്. ഭാരം വഹിക്കുന്ന കോൺക്രീറ്റ് മേൽക്കൂരയോടെ ഒരു തൂണിൽ നിൽക്കുന്ന ഈ ഐലൻഡ് ഒടിഞ്ഞ നിലയിലാണ്. 2 വർഷം മുമ്പാണ് ഈ ഐലൻഡിന് വിള്ളൽ വീണത്. എന്നാൽ നാളിതുവരെയായി ഇത് നീക്കുവാനോ പുതിയത് നിർമ്മിക്കുവാനോ അധികൃതർ തയ്യാറായിട്ടില്ല. പ്രോട്ടോകോൾ പ്രശ്നമുള്ളതിനാൽ തങ്ങളുടെ പ്രശ്നം തുറന്നു പറയാനാവാതെ അപകടകരമായ സാഹചര്യത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത്. എന്നാൽ മേലുദ്യോഗസ്ഥരോ അധികൃതരോ ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് ചെറുതോണിയിലെ ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. 25 വർഷം പഴക്കമുള്ള ട്രാഫിക് ഐലൻഡാണ് ഇവിടെ നിലവിലിരിക്കുന്നത്. ഭാരവണ്ടികൾ പോകുമ്പോൾ പോലും ആ സാധനം അനങ്ങുന്നുണ്ടെന്നാണ് അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ അവിടെ ആ ട്രാഫിക് ഐലൻഡിൽ നിൽക്കുന്ന പോലീസുകാരുടെ ജീവന് പോലും ഭീഷണിയായ ഒരു അവസ്ഥയിലാണ് ഈ ചെറുതോണി ടൗണിലിരിക്കുന്ന ഈ ട്രാഫിക് ഐലൻഡ്. ഇതിനെക്കുറിച്ചൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ എടുക്കാൻ പോലും ഇവിടെയുള്ള അധികാരികളോ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. ഭാരമുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ ഈ ഐലൻഡ് കുലുങ്ങുന്നുമുണ്ട്. തിരക്കേറിയ ടൗണിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും സമീപത്തുകൂടി കടന്നുപോകുന്ന യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടും ലേഡീസ് ഹോസ്റ്റലിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ നടപടിയായില്ല. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ പുതിയതായി പണികഴിപ്പിച്ച കെട്ടിടമാണ് ഇനിയും പ്രവർത്തനം ആരംഭിക്കാതെ അനാഥമായി കിടക്കുന്നത്. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ പ്രിൻസിപ്പാളിനും ലേഡീസ് ഹോസ്റ്റലിനും വേണ്ടി നിർമ്മിച്ച വലിയ കെട്ടിടമാണ് അധികൃതരുടെ അനാസ്ഥയിൽ ഇന്നും പ്രവർത്തനം ആരംഭിക്കാതെ കിടക്കുന്നത്. വൈദ്യുതിയും കുടിവെള്ളവും എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കാത്തതാണ് ഇന്ന് ഹോസ്റ്റലിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയാത്തത്. 2012-13 സാമ്പത്തിക വർഷത്തിലാണ് ഹോസ്റ്റലും പ്രിൻസിപ്പാളിനുമുള്ള പുതിയ കെട്ടിടത്തിന് അനുമതി ലഭിച്ചത്. 1.5 കോടിയോളം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി സർക്കാർ നീക്കിവെച്ചത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായി നാളുകൾ പിന്നിടുമ്പോഴും PWD ഡോർ നമ്പർ നൽകാത്തതാണ് വൈദ്യുതി ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്നതെന്നാണ് കോളേജ് അധികൃതരുടെ വാദം. ഇതുകൂടാതെ ഹോസ്റ്റൽ ആരംഭിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങളടക്കം വാങ്ങുന്നതിന് 10 ലക്ഷത്തോളം രൂപ ആവശ്യമാണെന്നും കോളേജ് അധികൃതർ പറയുന്നു. നിലവിലുള്ള ഹോസ്റ്റലിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതിനാലും പുതിയതായി അഡ്മിഷൻ തേടിയെത്തുന്ന കുട്ടികൾ തിരിച്ചു പോകുവാൻ കാരണമാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് വൈദ്യുതി കണക്ഷൻ നൽകിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും ഹോസ്റ്റലിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോളേജിന്റെ പ്രവർത്തനത്തെ തന്നെ ഇത് ബാധിക്കുമെന്നതിന് സംശയമില്ല. കമ്പംമെട്ട് പോലീസ് ജനമേത്രി സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നാളെ 2 മണിക്ക് നടക്കും. മന്തിപ്പാറ ഗ്രാമീണ വായനശാലയുടെ സഹകരണത്തോടെ വയലാർ നഗർ ഹാളിൽ നടക്കുന്ന പരിപാടി കട്ടപ്പന DYSP NC രാജ്മോഹൻ ഉദ്ഘാടനം ചെയ്യും. ഇനി നമസ്കാര സമയം. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് KG's Jewelry in association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ് മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. പനിക്കാലമായതിനാൽ രാത്രി 2 മണിക്ക് ശേഷവും ആശുപത്രികളിൽ ഡോക്ടർമാർ ഉണ്ടാകണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. എന്നാൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഒരു ഡോക്ടറെ കണ്ടാൽ ഭാഗ്യം. ഇതാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രി. കോടികൾ മുടക്കിയ കെട്ടിടങ്ങൾ, മികച്ച വാർഡുകൾ, ഡോക്ടർമാർക്ക് പരിശോധിക്കാനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ ഏതൊരു സർക്കാർ ആശുപത്രിക്കും മാതൃകയാക്കാം കട്ടപ്പനയിലെ ഈ ആതുരാലയത്തെ. പക്ഷേ ഒരു കുഴപ്പം മാത്രം, 7 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 3 പേർ മാത്രം. ഉച്ചകഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടർ കാണും. രാത്രി 2 മണിക്ക് ശേഷവും സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ ഉണ്ടാവണമെന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പക്ഷേ അതൊന്നും കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് ബാധകമല്ല.
ചില ഓഫീസ് കാര്യങ്ങളുമായി മാത്രം നിലനിൽക്കുന്ന ഡോക്ടർമാർ വരുന്ന രോഗികളെ ചികിത്സിക്കുന്നു, നോക്കുന്നത് എന്നതിനപ്പുറം കൃത്യമായി ഗവൺമെൻറ് ഈ കാലത്തിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് കൃത്യമായി ഡോക്ടർമാർ ജോലി ചെയ്യാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. മാത്രമല്ല ഇവിടെ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഇന്ന് ഞങ്ങളിപ്പോൾ ഒരു രോഗിയുമായിട്ട് ഇവിടെ വന്നപ്പോൾ ആ രോഗിയെ നോക്കുന്നതിനും ആ രോഗിക്ക് വേണ്ടുന്ന ചികിത്സകൾ നൽകുന്നതിനും ആവശ്യമായ ഒരു സംവിധാനം ഇടുക്കി താലൂക്ക് ഹോസ്പിറ്റലിനകത്ത് ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. കാരണം കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഇന്നും ഒരാൾക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പക്ഷേ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികളെ ഉച്ചയ്ക്ക് ശേഷം പരിശോധിക്കാൻ ഡോക്ടർമാരില്ല. നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണ് ഇതെന്ന് പറയുന്നെങ്കിലും നമുക്ക് 8 മുതൽ 1 മണി വരെയാണ് ഇവിടെ ഒ പി ടൈം. പക്ഷേ ഈ ഒ പി ടൈം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള സമയങ്ങളിൽ നമുക്കിവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ല. വൈകുന്നേരങ്ങളിൽ വളരെയേറെ രോഗികൾ ഇവിടെ എത്തുകയും ഡോക്ടർമാരുടെ സേവനം ഇല്ലാതെ പാവപ്പെട്ട രോഗികൾ വളരെ വിഷമിച്ച് തിരിച്ച് പോവുകയും മണിയാറൻകുടി, ചെമ്പകപ്പാറ കഴിഞ്ഞ് ഇങ്ങനെയുള്ള ദൂര പ്രദേശങ്ങളിൽ നിന്നൊക്കെ ശാന്തിഗ്രാം ഇവിടെ നിന്നൊക്കെ വന്ന രോഗികളാണ് കഴിഞ്ഞ ദിവസം വന്ന് ഡോക്ടറില്ലെന്ന് പറഞ്ഞ് വിഷമിച്ച് അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. വൈദ്യുതി നഷ്ടപ്പെട്ടാൽ പകരം സംവിധാനത്തിന് ജനറേറ്ററുണ്ട്. പക്ഷേ വൈദ്യുതി പോയാലും ഈ ജനറേറ്റർ പലപ്പോഴും പ്രവർത്തിക്കാറില്ല. കൈക്കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർക്ക് ഫീഡിങ്ങിനും സൗകര്യമില്ല. രോഗം പടർന്നു പിടിക്കുമ്പോഴെങ്കിലും സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ ഉണ്ടാവണം. സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ടവരെ ഈ സാഹചര്യത്തിലെങ്കിലും സർക്കാർ കൈവിടരുത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന മാസ് എന്റർപ്രൈസസ് വണ്ടൻമേട് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 264. വിൽപ്പനയ്ക്ക് വന്നത് 43,067. വിൽപ്പന നടന്നത് 43,042. കൂടിയ വില 1,248. ശരാശരി വില 959. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 485 രൂപ. ഏലം കൂടിയത് 950, ശരാശരി 850. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ. ഗ്രാമ്പു 600 രൂപ. കൊക്കോ 40 രൂപ. റബ്ബർ 105 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2720 രൂപ. വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ജില്ലയിൽ 64 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി MM മണി. പനി പടരുമ്പോഴും സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ 7 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 3 പേർ മാത്രം. ജില്ലയിൽ പുതിയ പട്ടയാപേക്ഷകൾ ജൂലൈ 1 മുതൽ സ്വീകരിക്കും. മുമ്പ് അപേക്ഷ നൽകാത്തവർക്കും ഭൂമി കൈമാറ്റം ചെയ്ത് കിട്ടിയവർക്കും പട്ടയത്തിന് അപേക്ഷിക്കാം. ജീപ്പിൽ കടത്താൻ ശ്രമിച്ച 100 കിലോ ചന്ദനവുമായി മറയൂരിൽ ഒരാൾ അറസ്റ്റിൽ. മറയൂർ ചന്ദനക്കാടുകളിൽ നിന്ന് 60ഓളം മരങ്ങൾ വെട്ടിക്കടത്തിയ കേസിലെ പ്രതിയും പിടിയിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.